Hi students, welcome to Competitive Cracker. നമുക്ക് എല്ലാവർക്കും അറിയാം റീസെൻ്റ്ലി സെറ്റിൻ്റെ എക്സാം കഴിഞ്ഞു അല്ലേ. ചിലവർക്ക് പേപ്പർ ടഫായിരുന്നു, ചിലവർക്ക് ട്രിക്കി ആയിരുന്നു, ചിലവർ പറഞ്ഞു കുഴപ്പമില്ല ബട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ക്വസ്റ്റ്യൻസ് അല്ല വന്നിരിക്കുന്നതെന്ന് അല്ലേ. ചിലവർക്കൊരു ഡൗട്ടുണ്ട് കട്ട് ഓഫ് കയറുമോ ആവോ എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഇനി നോക്കി, ഇനിയും എക്സാം വരുന്നുണ്ട്, ജൂലൈയിൽ വരുന്നുണ്ടല്ലേ എക്സാം സംഭവം. എവിടെയായിരുന്നു നമ്മളെല്ലാവരും കേട്ട് കാണും, ജനറൽ പേപ്പറിൽ കുറച്ചും കൂടെ കറണ്ട് അഫയേഴ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് അല്ല അവർ ചോദിച്ചത്. നമ്മൾ കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിച്ചത് അല്ലേ. ബട്ട് അവരെന്ത് ചെയ്തു, അതിൻ്റെ വേറെ കുറച്ച് സറൗണ്ടിങ് ക്വസ്റ്റ്യൻസ് ആണ് കുറേ കൂടെ നന്നായിട്ട് ചോദിച്ചത് സംഭവം. അപ്പോൾ ശരിക്കും എങ്ങനെ പഠിക്കണം, ഇനി നോക്കി ജൂലൈയിൽ വരാൻ പോവുകയാണ് എക്സാം. ഇനി ഓൾറെഡി നമുക്ക് കുറച്ച് മിസ്റ്റേക്സ് വന്നു, അപ്പോൾ നമ്മുടെ പഠിത്തത്തിൽ കുറച്ചും കൂടെ നമുക്ക് ആഡപ്പ് ചെയ്യണം അല്ലേ. ഇനി അടുത്ത വട്ടം ക്വാളിഫൈ ചെയ്യാത്ത ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും അത് പാസ് ആവണമല്ലോ. എങ്ങനെ മാർക്ക് ഒപ്പിക്കാം, എങ്ങനെ കറണ്ട് അഫയേഴ്സ് കുറച്ചും കൂടെ വൈഡായിട്ട് പഠിക്കാം, അതിനെപ്പറ്റിയൊരു വീഡിയോ ആണ് ഞാൻ ശരിക്കും ഒന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഉള്ള കാര്യം ഞാൻ പറയാം. ഇഫ് യു വോണ്ട് ടു ക്ലിയർ എൻ എക്സാം, നിങ്ങളൊരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചിരിക്കണം. അപ്പോൾ സ്റ്റാർട്ട് റീഡിങ് ന്യൂസ് പേപ്പേഴ്സ്. ഒരു ന്യൂസ് പേപ്പർ എടുക്കുക, വളരെ കാഷ്വലായിട്ട് വായിക്കുക, നോക്കുക. അല്ലാതെ എനിക്കിത് മുഴുവൻ പഠിക്കണം രീതിയിലല്ല, നോക്കുക, ഓരോ ടോപ്പിക്കായിട്ട് നോക്കുക. ഞാനൊരു ടോപ്പിക്ക് പഠിച്ചു, ശരി, അതിലെങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, അത് കിട്ടിക്കഴിയുമ്പോൾ അത് മാറ്റി വെക്കണം നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് റിലേറ്റഡ് അതിൻ്റെ സൈഡായിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ നോക്കണം. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാമല്ലോ, ഇങ്ങനെയും ചോദിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ക്ലിയർ? അതാണ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഈ വട്ടം ചോദിച്ച സെറ്റ് എക്സാമിൽ നിന്ന്. അത് റിലേറ്റഡ് ഇനി എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം ഇനി ഫ്യൂച്ചറിൽ, നമുക്ക് അതും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. നോക്കി, ആദ്യം കണ്ടോ, മനു ബേക്കർ, എ ഡബിൾ ഒളിമ്പിക് മെഡൽ വിന്നർ ഓഫ് ഇന്ത്യ, ഈസ് ദ ബ്രാൻഡ് അംബാസഡർ ഓഫ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, 2024 ഒളിമ്പിക്സ് നടന്നു, ശരിയാണ്. പാരീസ് ഒളിമ്പിക്സ് 2024 നടന്നു, നോ ഡൗട്ട് അല്ലേ. റാങ്ക് ഓഫ് ഇന്ത്യ 71st ആയിരുന്നു. ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടി? 6 മെഡൽ കിട്ടി. ഇതൊക്കെയാണല്ലോ നമ്മൾ പഠിച്ചത് അല്ലേ. ഇത് എത്രാമത്തെ തവണയാണ് പാരീസിൽ നടന്നത്? 3ാമത്തെ തവണയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി ഇന്ത്യയിൽ 6 പേർക്ക് മെഡൽ കിട്ടിയല്ലോ. അതിൽ ഒരാൾ മനു ബേക്കറിന് 2 എണ്ണം കിട്ടി അല്ലേ, 10 മീറ്റർ റൈഫിളിന് വേണ്ടി സംഭവം. ബട്ട് സീ ദ ക്വസ്റ്റ്യൻ, മനു ബേക്കർ, എ ഡബിൾ ഒളിമ്പിക് മെഡൽ വിന്നർ ഓഫ് ഇന്ത്യ, ഈസ് ദ ബ്രാൻഡ് അംബാസഡർ ഓഫ്. സി ഓൾറെഡി പുള്ളിക്കാരിക്ക് അവാർഡ് കിട്ടി, നമ്മളത് പഠിച്ചു. ദെൻ ഷീ മൈറ്റ് ഗെറ്റ് സം അവാർഡ്. അതിപ്പോൾ രാജീവ് ഗാന്ധി ഖേൽ രത്നയാണോ പത്മശ്രീ ആണോ, നമ്മൾ അതും എന്തായാലും പഠിക്കും. അത് കഴിഞ്ഞിട്ട് നോക്കണേ, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ എന്തിനെങ്കിലും ബ്രാൻഡ് അംബാസഡറും കൂടെ ആയിട്ടുണ്ടോ, ആ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ പഠിക്കുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് നിങ്ങൾ പഠിക്കാൻ നോക്കണം. അത് ഏത് ടോപ്പിക്കായാലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്പോർട്സ് പഠിക്കണം, അതിൽ കിട്ടിയ ആൾക്കാർക്കുള്ള അവാർഡ്സ് പഠിക്കണം, അവർ ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുണ്ടോ, അതും ശരിക്കും ഒരു ന്യൂസ് അല്ലേ ശരിക്കും വരേണ്ടത്. ഇപ്പോൾ ചോദ്യം കണ്ടോ, മനു ബേക്കർ, എ ഡബിൾ ഒളിമ്പിക് മെഡൽ വിന്നർ ഓഫ് ഇന്ത്യ, ഈസ് ദ ബ്രാൻഡ് അംബാസഡർ ഓഫ് മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ആണോ, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണോ, മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണോ, അതോ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണോ? ആൻസർ ഈസ് 1A, മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്. എനി സ്പോർട്സ് സെലിബ്രിറ്റി അവരെന്ത് ജയിച്ചു, ഏത് സ്റ്റേറ്റിൽ നിന്നാണ്, എന്തെങ്കിലും അവാർഡ് കിട്ടിയോ, പിന്നെ എന്തിനെങ്കിലും ബ്രാൻഡ് അംബാസഡർ ആണോ, അതും കൂടെ നിങ്ങൾ നോക്കി വെക്കണം. ബിക്കോസ് SBIയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണെന്ന് പറഞ്ഞ് പണ്ട് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്, അതായിരുന്നു മഹേന്ദ്ര സിംഗ് ധോനി. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ വെറും എന്ത് മെഡൽ കിട്ടി, ഏത് കാറ്റഗറിയാണ്, അത് മാത്രം നോക്കരുത്. അത് ഓൾറെഡി നിങ്ങൾ എന്തായാലും നോക്കും, അതിൻ്റെ സൈഡും കൂടെ നോക്കണം. ക്ലിയർ? ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ സെൻറ്റർ കൊടുക്കുന്ന പോലെ ഇപ്പോൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണ്, ആ സ്റ്റേറ്റ് എന്ത് അവാർഡാണ് കൊടുത്തിരിക്കുന്നത് പുള്ളിക്കാരിക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരന്, അതും കൂടെ നിങ്ങൾ നോക്കി വെക്കണം. ക്ലിയർ? ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ചില സമയത്ത് നമ്മുടെ ഇന്ത്യ മാത്രമല്ല, നമ്മുടെ സ്പോർട്സ് എന്താ പറയുക പേഴ്സൺസിന് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കൺട്രി അവാർഡ് കൊടുക്കും, ഫ്രം എനി കൺട്രി. അതും കൂടെ നിങ്ങൾ നോക്കി വെക്കണേ. റീസെൻ്റ്ലി ആർക്കെങ്കിലും ഒരു കൺട്രി ഒരു സ്പോർട്സിൻ്റെ അവാർഡ് വല്ലതും കൊടുത്തിട്ടുണ്ടോ, അത് സ്വിറ്റ്സർലാൻഡ് ആണോ അല്ലെങ്കിൽ ഫ്രാൻസ് ആണോ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. വേറൊരു കൺട്രിയുടെ അവാർഡ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്പോർട്സ് അവാർഡ് നമ്മുടെ ഒരു സെലിബ്രിറ്റിക്ക്, സ്പോർട്സ് സെലിബ്രിറ്റിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതും വലിയൊരു ന്യൂസാണ്. ക്ലിയർ ആവുന്നുണ്ട്? അപ്പോൾ അങ്ങനെ കുറച്ച് വൈഡായിട്ട് പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്തായാലും എന്താണ്, മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാ? ദറ്റ് ഈസ് മനു ബേക്കർ. ക്ലിയർ? അപ്പോൾ ഞാൻ കാണിച്ചു തരുവാണ് ഏതൊക്കെ ടോപ്പിക്ക് നിങ്ങൾ കുറേ കൂടെ നന്നായിട്ട് വായിക്കണം.
ന്യൂസ് പേപ്പർ നോക്കണം, പ്ലസ് കുറച്ച് സ്റ്റാറ്റിക് ജി കെ നിങ്ങൾ പഠിക്കണം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ദ സെക്കൻഡ് കൺട്രി ആഫ്റ്റർ ഇന്ത്യ നോട്ട് ടു ജോയിൻ ചൈനാസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. ശരിക്കും പറഞ്ഞാൽ നോക്കിയേ, നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അല്ലേ. ബ്രിക്സ്, ഇപ്പോൾ ബ്രിക്സ് അല്ല, ബ്രിക്സിൻ്റെ വേറെ കുറേ കൺട്രീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര കൺട്രീസ് ഉണ്ട്, എന്നാണ് വന്നത്? 2024 ബ്രിക്സ് എവിടെയാണ് നടന്നത് അല്ലേ? അത് നടന്ന സ്ഥലമാണ് കാസാൻ, റഷ്യയിലൊക്കെയാണ് നടന്നത് അല്ലേ. അപ്പോൾ ബ്രിക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ബ്രിക്സ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, ബ്രിക്സിന് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടോ, എത്രയാണ് അവർ നമ്മുടെ എക്കണോമി സപ്പോർട്ട് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അല്ലേ. അത് കഴിഞ്ഞിട്ട് കണ്ടോ, ബ്രിക്സിനകത്ത് ഏറ്റവും ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ചൈനയിലാണ്. അതാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ചൈന. അപ്പോൾ അവരൊരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു, അതാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. ചൈനാസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് വെച്ചാൽ ദേ വാണ്ടഡ് ടു കണക്ട് ഫ്രം ചൈന ടു അതർ പ്ലേസസ്. എല്ലായിടത്തും ഹൈ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാവർക്കും ലോണായിട്ടൊക്കെ കൊടുക്കും സംഭവം. അപ്പോൾ ഉറപ്പായിട്ടും ഇന്ത്യ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൻ്റെ മെമ്പർ ആവുമോ? ഒരിക്കലും ഇല്ല അല്ലേ. ബിക്കോസ് അവരുടെ റോഡ് ഒരെണ്ണം നമ്മുടെ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ വഴി പോകുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇന്ത്യ വോണ്ട് ബി എ പാർട്ട് ഓഫ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. അത് എക്സാമിൽ ചോദിക്കാനും ചാൻസ് ഇല്ല. അപ്പോൾ വേറെ ഏതെങ്കിലും കൺട്രീസ് അതുപോലെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ താല്പര്യം കാണിക്കുന്നില്ല, അതുപോലത്തെ ഒരു ചോദ്യമാണിത്. ദ സെക്കൻഡ് കൺട്രി ആഫ്റ്റർ ഇന്ത്യ നോട്ട് ടു ജോയിൻ ചൈനാസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. റഷ്യയാണോ, സൗത്ത് ആഫ്രിക്കയാണോ, ബ്രസീലാണോ, അതോ യൂറോപ്യൻ യൂണിയൻ ആണോ? ആൻസർ എന്താ? ആൻസർ ഈസ് ബ്രസീൽ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇനിയും നോക്കണേ, ഇനി ഫ്യൂച്ചറിൽ വരുമ്പോൾ ഏതെങ്കിലും കൺട്രി ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ഒന്ന് മാറിയിട്ടുണ്ടോ ചൈനയുടെ? ഇനി ഏതെങ്കിലും ഒരു കൺട്രി WHO ഒന്ന് മാറിയിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ കേൾക്കും അമേരിക്ക മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് മാത്രമല്ല ചോദിക്കുന്നത്, WHOയിൽ അമേരിക്ക എത്രമാത്രം ഫണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു? അപ്പോൾ ഒരു 18 to 20% ഫണ്ടിങ് ആരായിരിക്കും കൊടുക്കുന്നത്? USA. അപ്പോൾ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഒരു ടോപ്പിക്, WHO ആണെങ്കിൽ ശരി, ബ്രിക്സ് ആണെങ്കിൽ ശരി, ആസിയാൻ ആണെങ്കിൽ ശരി, സാർക്ക് ആണെങ്കിൽ ശരി, അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് ബേസാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ സെപ്പറേറ്റ് വേറെ ക്വസ്റ്റ്യൻസും കൂടെ നോക്കണം. അത് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ഉണ്ടോ, അതും കൂടെ നിങ്ങൾ നോക്കണം. അപ്പോൾ ദ സെക്കൻഡ് കൺട്രി ആഫ്റ്റർ ഇന്ത്യ നോട്ട് ടു ജോയിൻ ചൈനാസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ഏതായിരുന്നു? ദാറ്റ് ഈസ് ബ്രസീൽ. ക്ലിയർ? അപ്പോൾ വെറും സമ്മിറ്റ്സ് മാത്രം പഠിച്ചാൽ പോരാ, അത് റിലേറ്റഡ് അതിൻ്റെ കൺട്രീസുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് കറങ്ങി നടക്കുന്നുണ്ടോ, അതും കൂടെ നിങ്ങൾ വായിക്കണം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? ഫൈൻ. അടുത്ത് നോക്കാം. Which of the following city of India hosted the 46th Antarctic Treaty Consultative Meeting 2024? കണ്ടോ, എന്തെങ്കിലും മീറ്റിംഗ് ഇൻ ഇന്ത്യ നടക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അന്റാർട്ടിക് ട്രീറ്റി, അല്ലെങ്കിൽ സംതിങ് റിഗാർഡിങ് എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ സംതിങ് റിഗാർഡിങ് എന്താ പറയുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അങ്ങനെ എന്തെങ്കിലും മീറ്റിംഗ് ഏതെങ്കിലും സിറ്റിയിൽ നടക്കുന്നുണ്ടോ, അത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അത് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ ഇവിടെ നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റി ഓഫ് ഇന്ത്യ ഹോസ്റ്റഡ് ദ 46th അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ്? അത് കൊച്ചിയാണ്. ഡയറക്റ്റ് ചോദ്യമാണ്. ബട്ട് ഇനി അടുത്ത വട്ടം ചോദിക്കുമ്പോൾ ഇതുപോലെ ആവാൻ ചാൻസ് ഇല്ല, കുറച്ചും കൂടെ ടഫായിട്ട് ചോദിക്കാം അല്ലേ. ഇപ്പോൾ G20 പണ്ട് കുറേ മീറ്റിംഗ്സ് നടന്നായിരുന്നു, അതെവിടെയൊക്കെയാണ് നടന്നത്, ഇതെവിടെയാണ് നടന്നത്, അങ്ങനെ ചോദിക്കാം. അപ്പോൾ എനി മീറ്റിംഗ് ഇൻ ഇന്ത്യ, അതിപ്പോൾ എന്താ പറയുക, അത് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള മീറ്റിംഗ് ആണെങ്കിൽ അത് നിങ്ങൾ പഠിച്ചിരിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത് കണ്ടോ, സ്പോർട്സ് റിലേറ്റഡ് ആകുമ്പോൾ പേഴ്സണാലിറ്റീസ്, അതിൻ്റെ അവാർഡ്സ്, അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ, പുറത്തുള്ള കൺട്രീസ് വല്ല അവാർഡ് കൊടുക്കുന്നുണ്ടോ, അതും കൂടെ പഠിച്ചു വെക്കണം. ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ നോക്കിയപ്പോൾ എനി മീറ്റിംഗ്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ രീതിയിൽ അത് പഠിച്ചു വെക്കണം. മൂന്നാമത്തെ നമുക്ക് നമ്മൾ എന്താ പഠിച്ചത്? രണ്ടാമത്തെ, എനി സമ്മിറ്റ്സ് പഠിക്കുമ്പോൾ ആ സമ്മിറ്റ്സ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സും കൂടെ നിങ്ങൾ നോക്കണം. സമ്മിറ്റ്സ് റിലേറ്റഡ് ആവാൻ ചാൻസ് ഇല്ല, ബട്ട് എന്തെങ്കിലും ബന്ധം കാണും, അങ്ങനെ നിങ്ങൾ നോക്കണം. ക്ലിയർ? അടുത്ത നോക്കാം. ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ വാസ് ഫൗണ്ടഡ് ഇൻ. ഇത് ഇച്ചിരി എന്താ പറയുക, ഒരു സ്റ്റാറ്റിക് GK ടൈപ്പ് ഓഫ് ചോദ്യമാണ്. ബട്ട് നമ്മൾ എന്നും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, RBI എന്നും കേൾക്കുന്നുണ്ട്, പെൻഷൻ എന്ന് പറയുമ്പോൾ PFRD എന്നും കേൾക്കാം, ചിലപ്പോൾ നബാർഡ് കേൾക്കാം അല്ലേ. അതുപോലെ നിങ്ങൾ ഇൻഷുറൻസ് ആരാ റെഗുലേറ്റ് ചെയ്യുന്നത്? IRDAI കേൾക്കാം. കണ്ടോ, ഇതൊക്കെയാണ് റെഗുലേറ്ററി ബോഡീസ്. ഹൂ ഇസ് എ റെഗുലേറ്റർ ഓഫ് ബാങ്ക്? RBI. അപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ. എന്നാ വന്നേ, എന്നാണ് ബോംബെയിൽ നിന്ന് കാൽക്കുലേറ്റർ മാറ്റിയത്, ഹെഡ് ക്വാർട്ടേഴ്സ് സുഖമാണ് ഇപ്പോൾ അല്ലേ, എത്ര ഡ്യൂറേഷൻ ഉണ്ട്,
അതുപോലെ ഹൂ ഇസ് റെഗുലേറ്റർ ഓഫ് പെൻഷൻ? PFRDA. ആരാണ് റെഗുലേറ്റർ ഓഫ് RRB? RRB എന്ന് പറഞ്ഞാൽ എന്താ? റീജിയണൽ റൂറൽ ബാങ്ക്. അതേതാ? നബാർഡാണ്. ഹൂ ഇസ് റെഗുലേറ്റർ ഓഫ് ഇൻഷുറൻസ്? ഏതാണ്? IRDAI. മുദ്രാ ബാങ്ക് എന്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ഇറ്റ് കംസ് അണ്ടർ സിഡ്ബി എന്നൊക്കെ പറഞ്ഞ് കാണും. അപ്പോൾ എന്നാ വന്നത് ചോദിക്കാം അല്ലേ? RBI വന്നത് വേണമെങ്കിൽ 1935 അല്ലേ? നബാർഡ് വന്നത് 1982. IRDA എന്നാ വന്നതെന്നാ ചോദ്യം. കണ്ടോ? എന്നാ വന്നേ? 1999. ഇത് സ്റ്റാറ്റിക് GK ആയിട്ട് ചോദിക്കാം, ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് ആയിട്ടും ചോദിക്കാം. ചിലപ്പോൾ ചോദിക്കാം ഇതിൻ്റെയൊക്കെ ചെയർമാൻ ആരാണെന്ന് ചോദിക്കാമല്ലോ ഇനി ഫ്യൂച്ചറിൽ. ചിലപ്പോൾ ചോദിക്കാം ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കാമല്ലോ അല്ലേ? ഇപ്പോൾ RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ? PFRDയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വേണമെങ്കിൽ പറയാം ഡൽഹിയിലാണ്. നബാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. IRDAI ഹെഡ് ക്വാർട്ടേഴ്സ് ഹൈദരാബാദിലാണ്. പിന്നെ സിഡ്ബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലക്നൌവിലാണ്. ഇങ്ങനെയും ചോദിക്കാം അല്ലേ? ഇനി വേറെ കറണ്ട് അഫയേഴ്സ് ബജറ്റായിട്ട് ചോദിക്കാമല്ലോ അല്ലേ? FDI ഇൻ ഇൻഷുറൻസ് 74 എത്ര ശതമാനമാക്കി? 84 94 അതോ 100% ആക്കിയോ? കണ്ടോ? അത് ബജറ്റുമായി, അത് കറണ്ട് അഫയേഴ്സുമായി. ബട്ട് ടോപ്പിക്ക് വീണ്ടും ഇൻഷുറൻസ് തന്നെയാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ ഓരോ ഇൻഷുറൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കാം LIC എവിടെയാണ്? അല്ലെങ്കിൽ ഇപ്പോൾ ലോകത്ത് LICയുടെ സ്ഥാനം എത്രയാണ്? അങ്ങനെയും ചോദിക്കാമല്ലോ. അപ്പോൾ എന്ത് കിട്ടിയാലും അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണേ. ആദ്യം ഫുൾ ബേസ് കവർ ചെയ്യണം. അത് കഴിഞ്ഞിട്ടോ അതിൻ്റെ കറണ്ട് അഫയേഴ്സും കൂടെ നോക്കണം. ഇനി ചിലപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ജൂലൈയിലൊക്കെ ചിലപ്പോൾ സെറ്റിൽ ചോദിക്കാൻ പോകുന്നത് FDI ഇൻ ഇൻഷുറൻസ് സെക്ടർ ഇപ്പോൾ എത്രയാണ്? 49% ആണോ? 54% ആണോ? 74% ആണോ? അതോ 100% ആണോ? അങ്ങനെയും ചോദിക്കാം. ക്ലിയർ? ഫൈൻ. ഇതാണ് അങ്ങനത്തെ ഒരു ചോദ്യം. അടുത്ത് നോക്കാം. നോക്കിയേ, ബോൺ ഇൻ ചെന്നൈ, ഫോർമർ സെക്രട്ടറി ഓഫ് ഇന്ത്യ, ഫോർമർ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. കണ്ടോ? നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറിനെ പറ്റിയ ഒരു ചോദ്യമാണ് സംഭവം. ബട്ട് അതിനകത്ത് അവർ എന്ത് ചെയ്തു? പണ്ടത്തെ കുറേ ക്വാളിഫിക്കേഷൻ വെച്ചു. ജനിച്ചത് അവിടെയാണ്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്നു, ഡിപ്ലോമാറ്റ് ആയിരുന്നു ബാംഗ്ലാദേശ്, പാകിസ്ഥാൻ. പിന്നെ അതിൻ്റെ കൂടെ ഒരു അവാർഡും വന്നു, പത്മവിഭൂഷൺ അവാർഡിയാണ്. ഐഡൻറ്റിഫൈ ദ പേഴ്സൺ. MK നാരായൺ, JN ദീക്ഷിത്, ശിവശങ്കർ മേനോൻ, PC അലക്സാണ്ടർ. ഇത് ഇച്ചിരി ടഫാണ്, ഉള്ളത് പറയാമല്ലോ അല്ലേ? ആൻസർ ഇസ് JN ദീക്ഷിത്. ബട്ട് ഇത് പോട്ടെ, ഈ വട്ടം നിങ്ങൾ പോയി നോക്കണം 2025 എത്ര പേർക്ക് പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട്, എത്ര പേർക്ക് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്, എത്ര പേർക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അതാദ്യം നോക്കണം. 7 എല്ലാം കൂടെ 100 എത്ര പേരുണ്ട് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ടോ ഇത് ഫുൾ ഓർത്ത് വയ്ക്കാൻ പറ്റത്തില്ല. ബട്ട് പത്മവിഭൂഷൺ മാക്സിമം പോയ 5 അല്ലെങ്കിൽ 7 പേർക്കല്ലേ കൊടുക്കത്തുള്ളൂ. ആ 7 ആരൊക്കെയാണ്? 7 or 5 persons. എന്നിട്ട് അവരെ പറ്റി ഒന്ന് നോക്കി വയ്ക്കുക. അവരെപ്പറ്റി ചിലപ്പോൾ ഇനി ജൂലൈയിൽ ചോദിക്കാൻ ചാൻസ് ഇല്ലേ ക്വസ്റ്റ്യൻസ് ആയിട്ട് അവാർഡിൽ? ബിക്കോസ് ഈ വട്ടം ആർക്കും ഭാരത് രത്ന കൊടുത്തിട്ടില്ല. അപ്പോൾ എക്സ്പെക്ട് 1 question ഫ്രം പത്മവിഭൂഷൺ. അത് കറണ്ട് അഫയേഴ്സും ആവാം, അയാളെ പറ്റിയാവാം. അപ്പോൾ അയാളുടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. പണ്ട് ഇങ്ങനെ കിട്ടി, ഇങ്ങനെയായിരുന്നു, അവിടെയായിരുന്നു, മരിച്ചുപോയി, അവാർഡ് കിട്ടി, ആരാണ്, കക്ഷിയുടെ പേരെന്താണ്. അപ്പോൾ അവാർഡ്സിൽ ഇങ്ങനെയും ചോദിക്കാം. ക്ലിയർ? അപ്പോൾ ആൻസർ ഈസ്, നോക്കി ഇതിൻ്റെ ആൻസർ എന്താ? ദാറ്റ് ഈസ് JN ദീക്ഷിത്. അപ്പോൾ ഇതൊന്ന് നോക്കണേ. റീസെൻ്റ്ലി 2025 ഹൗ മെനി പീപ്പിൾ ഗോട്ട് പത്മവിഭൂഷൺ, ഹൗ മെനി പീപ്പിൾ ഗോട്ട് പത്മഭൂഷൺ, ഹൗ മെനി പീപ്പിൾ ഗോട്ട് പത്മശ്രീ. അതിൽ പത്മവിഭൂഷൺ ആരൊക്കെയാണ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അവരെപ്പറ്റി കുറച്ചൊന്ന് അറിഞ്ഞു വെക്കുക, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് റിലേറ്റഡ് ഒരു ചോദ്യമാണിത്. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. ഹൂ അമംഗ് ദ ഫോളോയിങ് ഡിക്ലൈൻഡ് ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. ഇത് വളരെ പഴയതാണ് ശരിക്കും പറഞ്ഞാൽ. നോക്കി അവരെങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന്. നമ്മൾ നോർമലി 2024 നോബൽ പ്രൈസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അല്ലേ? സംഭവം ആർക്കൊക്കെ കിട്ടി? ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, എക്കണോമിക്സ്, ലിറ്ററേച്ചർ, പീസ്. അതിൽ 5 എണ്ണം സ്വീഡൻ കൊടുക്കുന്നു, 1 എണ്ണം നോർവേ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. ആൾക്കാരുടെ പേര് നമ്മൾ പഠിക്കും അല്ലേ? ഏത് രാജ്യത്ത് നിന്നാണെന്ന് പഠിക്കും. ശരി, ഇതൊക്കെ ബേസ് സാധനങ്ങളല്ലേ കറണ്ട് അഫയേഴ്സിൻ്റെ. പ്ലസ് എന്തിനാ കൊടുത്തതെന്നും പഠിക്കും. പിന്നെ നമ്മൾ എന്തൊക്കെയായിരിക്കും പഠിക്കുന്നത്? എത്ര ഇന്ത്യക്കാർക്ക് കിട്ടിയിട്ടുണ്ട് ഇതുവരെ, ചിലപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് ഇല്ലേ? ഇനി ഓൾഡസ്റ്റ് ഭാരത് നോബൽ പ്രൈസ് വിന്നർ ജോൺ ബി ഗുഡിനഫ്. ഏതിനാ കിട്ടിയേ? കെമിസ്ട്രി. ചിലപ്പോൾ നാളെ ഇനി അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. യങ്ങസ്റ്റ് ചോദിക്കാൻ ചാൻസ് ഇല്ല. അത് മലാല യൂസഫ്സായി അല്ലേ, 17 വർഷം, 17 years. ബട്ട് മലാലയുടെ കൂടെ ഒരു ഇന്ത്യക്കാരന് കിട്ടി. അയാളുടെ പേരെന്താ? കൈലാഷ് സത്യരഥി. എന്തിനാ കിട്ടിയേ? അതാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ചിലപ്പോൾ ഇതൊക്കെ ലിങ്ക് ചെയ്ത് ചോദിക്കാം. അതുപോലത്തെ ഒരു ചോദ്യമല്ലേ ഇത്. ഹൂ അമംഗ് ദ ഫോളോയിങ് ഡിക്ലൈൻ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ സ്റ്റേറിംഗ് ദാറ്റ് ഹി ഡോണ്ട് വാണ്ട് ടു ബി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ്. അതാണ് ജോൺ പി സാത്രെ. ലിറ്ററേച്ചറിലല്ലേ, വളരെ പഴയതാണ്, 1964 സമയത്ത് വല്ലതും ആണെങ്കിൽ പറയാം. ബട്ട് സീ ദ ക്വസ്റ്റ്യൻ. നോബൽ പ്രൈസ് ചോദിച്ചു, അതിൻ്റെ സ്റ്റാറ്റിക് ആയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഇതുപോലെ ഇനിയും ചോദിക്കാം.
ക്ലിയർ? മരിച്ചു കഴിഞ്ഞാൽ നോബൽ പ്രൈസ് കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ ലിസ്റ്റിൽ ആദ്യം പേരുണ്ടായിട്ട് പിന്നെ മരിക്കുവാണെങ്കിൽ പിന്നെയും കിട്ടാം. അപ്പോൾ പോസ്റ്റ് മ്യൂസ്ലി ഭാരത് രത്ന കിട്ടുന്നുണ്ട്, ബട്ട് നോബൽ പ്രൈസ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെ ഇല്ല. അല്ലെങ്കിൽ ഓൾഡസ്റ്റ് കിട്ടിയ ആൾക്ക് എത്ര വയസ്സിലാണ് കിട്ടിയത്? അങ്ങനെയും ചോദിക്കാം അല്ലേ. 97 കിട്ടിയത്. ഇതെല്ലാ വർഷവും കൊടുക്കുന്നുണ്ടായിരുന്നോ, അതോ എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും സ്റ്റക്ക് ആയിട്ടുണ്ടോ? തുടങ്ങിയപ്പോൾ നോബൽ പ്രൈസ് ഫോർ എക്കണോമിക്സ് ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു അല്ലേ. പിന്നെയാണ് വന്നത് സ്വെറിക് റിക്സ് ബാങ്ക് പ്രൈസ് എന്നൊക്കെ പറയും. അതെന്താ വന്നത്? അങ്ങനെയും ചോദിക്കാം. 1969 അങ്ങനെ പറയാം. അപ്പോൾ എക്സ്പെക്ട് എനി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ആദ്യം കറണ്ട് അഫയേഴ്സ് ഭംഗിയായിട്ട് വായിക്കുക, അതിൻ്റെ സറൗണ്ടിങ് ക്വസ്റ്റ്യൻസും തേടുക. ക്ലിയർ? ഇതിൻ്റെ ആൻസർ അപ്പോൾ സാത്രി. നെക്സ്റ്റ്, IIT ഹൈദരാബാദ് ഹാസ് ഡെവലപ്ഡ് എൻ ഇക്കോ ഫ്രണ്ട്ലി സോലാർ സെൽ യൂസിങ് വാട്ട്? ഇതിൻ്റെ ആൻസർ വന്നിട്ട് കുംകും ദൈ ഒക്കെയാണ് സംഭവം. ബട്ട് എൻ്റെ ചോദ്യം അങ്ങനെയല്ല. എനിത്തിങ് റിഗാർഡിങ് കറണ്ട് അഫയേഴ്സ് റിഗാർഡിങ് ഫസ്റ്റ്. ഇപ്പോൾ ഒരു IIT എന്ത് ചെയ്തു? ഒരു ഇലക്ട്രിക് ഷൂ ഇറക്കി. അത് ഏത് IIT ആണ്? അതാണ് IIT ഇൻഡോർ. ഇടയ്ക്ക് ഒരു IIT ഡൽഹിയുടെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ റെയിൻ ഇറക്കാമെന്ന് വച്ചു. അത് ഏത് IIT ആണ്? കണ്ടോ? ഇടയ്ക്ക് ഒരു IIT പറഞ്ഞു കോസ്റ്റ് എഫക്റ്റീവ് ഇൻവെർട്ടർ കൊണ്ടുവരുന്നുണ്ട് നമ്മൾ. അത് ഏത് IIT ആണ്? കണ്ടോ? അവിടെയൊക്കെ സയൻസ് ആൻഡ് ടെക് വരുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, മനുഷ്യന് ആവശ്യമുള്ളൊരു സാധനം അവർ ചെയ്യുന്നതുമുണ്ട്. കോസ്റ്റ് എഫക്റ്റീവ് ഇൻവെർട്ടർ, ദാറ്റ് ഈസ് IIT പട്ന. ഇതുപോലെ ചിലപ്പോൾ IIM വല്ലതും ചോദിക്കാം അല്ലേ, അല്ലെങ്കിൽ IISc വല്ലതും ചെയ്താൽ അത് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ബോയിങ് അല്ലെങ്കിൽ ഒരു എയർബസ് ഇന്ത്യയുടെ ഒരു IIT ആയിട്ട് കൊളാബറേറ്റ് ചെയ്തു. എന്തിനെ പറ്റി? ഒരു ഏവിയേഷൻ കോഴ്സിനെ പറ്റി. അത് ഏത് IIT ആണ്? അങ്ങനെയൊക്കെ ചോദിക്കാമല്ലോ. അപ്പോൾ ഇതാണ് കറണ്ട് അഫയേഴ്സ് റിഗാർഡിങ് ഫസ്റ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കാം. കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ഫസ്റ്റ്. അതിനകത്ത് IIT, IIM, എനി ഇൻസ്റ്റിറ്റ്യൂഷൻ അവർക്ക് ചോദിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ് സംഭവം. ശരിക്കും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിത്തിങ് റിഗാർഡിങ് കറണ്ട് അഫയേഴ്സ് ഫസ്റ്റ് നിങ്ങൾ വായിക്കണം, ഉറപ്പായിട്ടും ചോദിക്കും, നോ ഡൗട്ട്. ക്ലിയർ അല്ല? അപ്പോൾ ഫ്യൂച്ചർ ഞാൻ പറഞ്ഞു തരുവാണ് എങ്ങനെയൊക്കെ കറണ്ട് അഫയേഴ്സ് പഠിക്കാം, അതിൻ്റെ സൈഡ് ബൈ സൈഡ് ക്വസ്റ്റ്യൻസും ഉണ്ടാക്കാം. അടുത്ത നമുക്ക് നോക്കാം. നോക്കിയേ, ദ പ്രൈം മിനിസ്റ്റർ ഹു ലോഞ്ച് ദി ഗംഗ ആക്ഷൻ പ്ലാൻ ടു മേക്ക് ഗംഗ പൊല്യൂഷൻ ഫ്രീ അല്ലേ. നോക്കി, ഇത് ശരിക്കും വന്നത് 1986 സമയത്തല്ലേ. അന്ന് ആരാ പ്രൈം മിനിസ്റ്റർ? നോക്കിയേ, രാജീവ് ഗാന്ധി. അപ്പോൾ ഗംഗ ആക്ഷൻ പ്ലാൻ ടു മേക്ക് ഗംഗ പൊല്യൂഷൻ ഫ്രീ എന്തായിരുന്നു? ദാറ്റ് ഈസ് രാജീവ് ഗാന്ധി അല്ലേ. നോർമൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? ഗംഗ തുടങ്ങുന്ന ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് അല്ലേ. ദെൻ അത് ഉത്തരാഖണ്ഡിലാണ്, ദെൻ UP, ദെൻ ജാർഖണ്ഡ് അല്ലെങ്കിൽ ബീഹാർ, ദെൻ വെസ്റ്റ് ബംഗാൾ, ദെൻ ബാംഗ്ലാദേശ്, ദെൻ ബേ ഓഫ് ബംഗാൾ. ഇനി പോകുന്ന വഴിക്ക് യു വിൽ സി ഗാംഗറ്റിക് ഡോൾഫിൻ. കണ്ടോ? അപ്പോൾ അത് എവിടെയാണ് കിട്ടുന്നത്? അങ്ങനെ ഗാംഗറ്റിക് ഡോൾഫിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ വല്ലതും ഉണ്ടോ? അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഏത് ഹൈക്കോർട്ടാണ് പറഞ്ഞത് ലൈക്ക് ഗംഗ യമുന ആർ ലിവിങ് എൻറ്റിറ്റീസ്? അത് ഏത് ഹൈക്കോർട്ടാണ്? ഉത്തരാഖണ്ഡ് ഹൈക്കോർട്ടാണോ? അതെങ്കിൽ ഉത്തർപ്രദേശ് ഹൈക്കോർട്ടാണോ? അതെങ്കിൽ ജാർഖണ്ഡ് ഹൈക്കോർട്ടാണോ? ബീഹാർ അപ്പോൾ അവിടെ വീണ്ടും കണ്ടോ സംതിങ് റിഗാർഡിങ് റിവർ പറ്റി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് റിലേറ്റഡ് ഒരു ചോദ്യമാണ് ഇത് സംഭവം. ബട്ട് ഇത് ഇച്ചിരി സ്റ്റാറ്റിക് GK ആയിപ്പോയി. കറണ്ട് അഫയേഴ്സും ചോദിക്കാമല്ലോ സംഭവം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ്. അപ്പോൾ എന്ത് കിട്ടിയാലും, ഏത് കറണ്ട് അഫയേഴ്സ് കിട്ടിയാലും നിങ്ങളത് മാറ്റി മാറ്റി പഠിക്കാനുള്ള പ്ലാനിങ് വേണം. ഇപ്പോൾ ഞാൻ 1999 എന്ന് പറഞ്ഞാൽ അത് IRDAI. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? അത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൻ്റെ എയർപോർട്ടിൻ്റെ പേരെന്താണ്? രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് അല്ലേ. അതായിരുന്നു ആദ്യത്തെ ഇന്ത്യയുടെ ഗ്രീൻഫീൽഡ് എയർപോർട്ട്. അപ്പോൾ അവർ ചോദിക്കും, ഇപ്പോൾ ഒരു പുതിയ എയർപോർട്ട് വന്നിട്ടുണ്ട്, ഒരു ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ്, അതിൻ്റെ പേരാണ് ഡോണി പോളിയോ എയർപോർട്ട്. ഡോണി പോളോ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം, ഡോങ്കി പോളോ എന്നൊക്കെ പറഞ്ഞ്. അതെവിടെയാണ്? അപ്പോൾ നമ്മൾ എവിടെ എത്തി? വി റീച്ച്ഡ് ഇൻ അരുണാചൽ പ്രദേശ്. കണ്ടോ? വി റീച്ച്ഡ് ഇൻ അരുണാചൽ പ്രദേശ്. അവിടുത്തെ ഏതെങ്കിലും ട്രൈബൽ ഫെസ്റ്റിവലായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ തൊട്ടപ്പുറത്ത് നാഗാലാൻഡ് ഉണ്ടല്ലേ, അവിടെ എന്ത് വളരെ ഇമ്പോർട്ടൻ്റ് ട്രൈബൽ ഫെസ്റ്റിവൽ ഉണ്ട്. ചിലപ്പോൾ ചോദിക്കും അത് എത്ര ദിവസത്തെ ഫെസ്റ്റിവലാണ്? അപ്പോൾ ഹോൺബിൽ ഫെസ്റ്റിവൽ ഇസ് എ വെരി ഫേമസ് ഫെസ്റ്റിവൽ ഇൻ വിച്ച് സ്റ്റേറ്റ്? നാഗാലാൻഡ്. ബട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ചോദിക്കുന്നത് അത് എത്ര ദിവസത്തെ ഫെസ്റ്റിവലാണ്? 5 days ആണോ, 10 days ആണോ, 15 days ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അത് എത്ര ദിവസമാണ്? 10 day ഫെസ്റ്റിവലാണ്. അപ്പോൾ വായിക്കുക കറണ്ട് അഫയേഴ്സ് ഡീറ്റെയിൽ ആയിട്ട്, സറൗണ്ടിങ് നോളജും കൂടെ നിങ്ങൾ ഒപ്പിക്കുക. ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറേ കൂടെ ജനറൽ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ്ഡേയുടെ സംഭവം ന്യൂ ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ടഡ് ഫോർ July 2025. അപ്പോൾ എങ്ങനെയൊക്കെ പഠിക്കാം? ഓൾറെഡി നമുക്കറിയാം അല്ലേ, ജനറൽ പേപ്പർ കുറച്ച് ടഫായിട്ട് തോന്നി സംഭവം. ഇനി വരുമ്പോൾ എങ്ങനെ മിസ്റ്റേക്സ് കുറയ്ക്കാം, എങ്ങനെ വൈഡായിട്ട് ജനറൽ പേപ്പർ പഠിക്കാം, അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ എനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക, നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ എല്ലാവരും പഠിക്കാൻ തുടങ്ങുക. താങ്ക് യു.